ഹായ്. അപ്പോൾ ഇന്ന് ശ്വാസത്തെ പറ്റി സംസാരിക്കുക. നിങ്ങൾ നോക്കൂ, ഞാൻ പറയുന്ന ഏതൊരു കാര്യവും എൻ്റെ ഉള്ളിൽ നിന്ന് തോന്നുന്നത് കൊണ്ട് മാത്രം ഞാൻ പറയുന്ന കാര്യമാണ്. ഇതൊക്കെ അട്ടർ ഫൂളിഷ്നെസ്സും നോൺസെൻസും ആണെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. അത്ര എനിക്ക് പറയാനുള്ളൂ. ഞാൻ നേരത്തെ പ്രിപ്പയർ ചെയ്ത് പ്ലാൻ ചെയ്ത് പറയുന്ന കാര്യങ്ങളല്ല. ഇറ്റ് ഈസ് ഹാപ്പനിങ്. ഇത് പറയുമ്പോൾ എനിക്ക് നല്ല സന്തോഷം കിട്ടുന്നതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. അപ്പോൾ ഈ ശ്വാസം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം അതില്ലാതെ നമുക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. വെള്ളമില്ലാതെ പോലും നമുക്ക് കുറച്ച് ദിവസം വരെ പിടിച്ചിരിക്കാൻ പറ്റുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതേസമയം ശ്വാസമില്ലാതെ 5 മിനിറ്റ് കൂടുതൽ പിടിച്ചിരിക്കാൻ സാധാരണ മനുഷ്യന് സാധിക്കില്ല. അത് ഈ ബ്രത്തൊക്കെ കൺട്രോൾ ചെയ്ത് ശീലിച്ച ആളുകൾക്ക് ചിലപ്പോൾ അതിൽ കൂടുതൽ സാധിക്കുമായിരിക്കാം. പക്ഷേ ഈ ബ്രത്തിന് അല്ലെങ്കിൽ ഈ ശ്വാസത്തിന് ഒരുപാട് അത്ഭുത സിദ്ധി ഉള്ളതായിട്ട് നമ്മുടെ പുരാണങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാണൻ എന്ന് പറയുന്നത് ശ്വാസമായിട്ടാണ് പല പുരാണങ്ങളിലും പല ഗ്രന്ഥങ്ങളിലും മെൻഷൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ പ്രാണൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രാണ എന്ന് പറയുന്നത് ശ്വാസമല്ല, ശ്വാസത്തിൻ്റെ കൂടെ തന്നെ ഉയരുന്ന മറ്റൊരു തരം സബ്റ്റിലായിട്ടുള്ള നമുക്ക് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മമായ ഒരു എനർജിയാണെന്നും വാദിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതിലെന്ത് തന്നെയാണ് സത്യം എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ശ്വാസത്തിൻ്റെ പ്രത്യേകതയും ശ്വാസത്തിന് കുറച്ച് കഴിവുകളും കുറച്ച് ബെനിഫിറ്റ്സും ഉണ്ട്. അതിനെപ്പറ്റിയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നത്. ഓബിയസ്ലി നമുക്കെല്ലാവർക്കും അറിയാമെന്നുള്ള ശ്വാസം എന്ന് പറയുന്ന നമ്മുടെ ജീവവായുവാണ്. അതുകൊണ്ടാണ് നമ്മുടെ ജീവൻ നിലനിൽക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരുപാട് എന്താ പറയുക, അത് സ്വസ്ഥമായി കിട്ടുമ്പോൾ നമുക്ക് വളരെ സന്തോഷവും സമാധാനവും തോന്നുകയും ഒരു ചെറിയ ശ്വാസം മുട്ട് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യും നമ്മൾ. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരുപാട് പേര് ഈ ശ്വാസം മുട്ടിൻ്റെ തടസ്സം അനുഭവിക്കുന്ന ആളുകളാണ്. ഞാനും അത് പല കാലഘട്ടങ്ങളിൽ അനുഭവിച്ചിട്ടുള്ളതാണ് എൻ്റെ ജീവിതത്തിൻ്റെ. അപ്പം ഈ ശ്വാസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറയാം. ഈ ഹ്യൂമൻ ഫിസിയോളജി പ്രകാരം തന്നെ പറയുന്നൊരു കാര്യം, മനസ്സും മൈൻഡിനും ശ്വാസവുമായിട്ടൊരു അടുത്ത ബന്ധമുണ്ട്. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നിങ്ങൾക്ക് വളരെ ആങ്സൈറ്റിയും ഉത്കണ്ഠയൊക്കെ ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടായാൽ ആ സാഹചര്യത്തിൽ നിങ്ങളുടെ ചിന്തകൾ എത്ര ഫാസ്റ്റായിട്ട് റേസ് ചെയ്യുന്നു, അതുപോലെ തന്നെ നിങ്ങൾ ശ്വാസം എടുക്കുന്നതിൻ്റെ അളവ് കൂടും, വളരെ ഫാസ്റ്റായി മാറും. അതുപോലെ തന്നെ നിങ്ങൾ വളരെ കാമായി ഫാസ്റ്റായി റിലാക്സ്ഡായി സട്ടിലായി ഇരിക്കുമ്പോൾ നിങ്ങളുടെ ശ്വാസം എടുക്കുന്നതിൻ്റെ അളവ് കുറയും. നിങ്ങളുടെ മനസ്സ് എത്രത്തോളം കാമാവുന്നു അത്രത്തോളം നിങ്ങളുടെ ശ്വാസത്തിൻ്റെ വേഗതയും കുറയും. ഈ ഒരുപാട് തവണ ശ്വാസം എടുക്കുന്ന ഒരു ജീവിയാണ് എനിക്ക് തോന്നുന്നു പട്ടി, നായ. 25 തവണ എന്താണ് ഒരു മിനിറ്റിൽ ശ്വാസം എടുക്കുന്നത്. അങ്ങനെ എടുക്കുന്ന നായ ജീവിക്കുന്ന എനിക്ക് തോന്നുന്നു 14 മുതൽ 16 വർഷം വരെയാണ് പരമാവധി. മനുഷ്യൻ ഒരു മിനിറ്റിൽ എനിക്ക് തോന്നുന്നു 14 ഒരു 14-നും 16-നും ഇടയ്ക്കാണ് ശ്വാസം എടുക്കുന്നത്. അതോ 16-നും 18-നും ഇടയ്ക്കാണ്, കൃത്യമായ കണക്ക് എനിക്കറിയില്ല. അങ്ങനെ ചെയ്യുന്ന മനുഷ്യൻ ഒരു 10-80 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരിക്കുന്നു. എന്നാൽ മനുഷ്യൻ്റെയും പകുതി ലെവലിൽ ഒരു മിനിറ്റിൽ ശ്വാസം എടുക്കുന്ന ജീവിയായ ആമ അതിനേക്കാൾ കാലം ജീവിച്ചിരിക്കുന്നു. അതായത് 150 വയസ്സ് വരെ വർഷം വരെ അല്ലെങ്കിൽ 250 വർഷം വരെ ജീവിച്ചിരുന്ന ആമകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഭൂമിയിൽ ഇപ്പോഴും ഉണ്ടത്. അപ്പോൾ ഈ ശ്വാസം എത്രത്തോളം കുറച്ച് നമ്മൾ ഉപയോഗിക്കുന്നു അത്രത്തോളം കാലം നമുക്ക് ജീവിക്കാൻ സാധിക്കുമെന്നൊക്കെ ഈ യോഗികളൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതിൻ്റെ പ്രാക്ടിക്കാലിറ്റിയെ പറ്റി എനിക്കറിയില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങളെപ്പറ്റി ഞാൻ പറയാം. മൈൻഡ് ബ്രത്ത് കൺട്രോൾ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് മനസ്സിനും ശ്വാസത്തിനും ഒരു ബന്ധമുണ്ടെങ്കിൽ അല്ലാതെ ശാസ്ത്രീയപരമായി തെളിയിക്കപ്പെട്ട കാര്യമാണ്. നിങ്ങളുടെ മൈൻഡ് ഫാസ്റ്റായിട്ട് റൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രത്തിൻ്റെ സ്പീഡ് കൂടുന്നത് ഓട്ടോമാറ്റിക്കാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ബ്രത്തിൻ്റെ സ്പീഡ് നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിച്ചാൽ നിങ്ങൾ ഫാസ്റ്റായി ഓടിക്കൊണ്ടിരുന്ന മനസ്സിൻ്റെ സ്പീഡും കുറയും. നമുക്ക് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അവസാന സത്യത്തിലേക്ക് എത്താൻ മനസ്സ് സ്വാഭാവികമായി നിൽക്കുകയും മാത്രമല്ല, അതിൻ്റെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ പോവുകയാണ് വേണ്ടത്. അതിൻ്റെ ഒരു കൺട്രോളല്ല ഇവിടെ വേണ്ടത്. പക്ഷേ നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ആങ്സൈറ്റി സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് ഈ മനസ്സൊന്ന് കാമാവട്ടെ എന്നിട്ട് ഞാനെല്ലാം ശരിയാക്കാം എന്ന് വിചാരിച്ചിരിക്കാൻ പറ്റില്ല. അപ്പോൾ തൽക്കാലം ഒരു പെട്ടെന്നൊരു ആശ്വാസം നമുക്ക് വേണം. പെട്ടെന്ന് ആ ഒരു ആശ്വാസം തരാൻ ശരിക്കും ഈ ബ്രത്തിന് സാധിക്കും. ഈ ബ്രത്തിൻ്റെ സ്പീഡ് നിങ്ങൾ കോൺഷ്യസ് ആയിട്ട് ഇത് നോക്കൂ. ഈ ബ്രത്ത് വളരെ സ്വാഭാവികമായി സംഭവിക്കുന്നൊരു കാര്യമാണ്. നമ്മൾ ബ്രത്ത് എടുത്താലും ഇല്ലെങ്കിലും ബ്രത്ത് വരും. എന്നാൽ ഈ ഇൻവോളണ്ടറി ആയിട്ട് നടക്കുന്ന അതേ കാര്യമായ ബ്രത്തിനെ നമുക്ക് വോളണ്ടറി ആക്കാനും പറ്റും. അതായത് നമുക്ക് ശ്വാസം വലിച്ചു വിടാനും സാധിക്കും, എന്നാൽ ശ്വാസം തന്നെത്താനെ പോവുകയും ചെയ്യും. അപ്പോൾ ഈ ഇൻവോളണ്ടറി ആക്ടിവിറ്റി നമുക്ക് വോളണ്ടറി ആക്കാൻ പറ്റുമെന്നുള്ള പോസിബിലിറ്റി നമ്മൾ ഉപയോഗിക്കണം. മനസ്സ് സ്പീഡായിട്ട് മൂവ് ചെയ്യുമ്പോൾ മനസ്സിനെ പിടിച്ച് നമ്മൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മനസ്സ് കൂടുതൽ ടൈറ്റ് ആവുകയും കൂടുതൽ ഫാസ്റ്റായിട്ട് ഓടുകയും ചെയ്യും. പക്ഷെ ബ്രത്ത് അങ്ങനെയല്ല. ബ്രത്തിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ പിടിച്ചൊന്ന് സ്ലോ ആക്കാൻ പറ്റും.
അങ്ങനെ സ്ലോ ആക്കിയാൽ നിങ്ങളുടെ മനസ്സിൻ്റെ വേഗതയും കുറയും. ഈ മനസ്സിൻ്റെ വേഗത കുറയ്ക്കുന്നത് തൽക്കാലം പല സാഹചര്യങ്ങളും മനുഷ്യന് ആശ്വാസം തരും. ചിലപ്പോൾ ഒരു സ്റ്റേജിൽ കയറുമ്പോൾ, അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് പാനിക്കാവുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ, അത് പലർക്കും പല രീതിയിലാണ്. ഒരാൾ എന്തിനാണ് പാനിക്കാവുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. കാരണം കോമൺ ആയിട്ടൊരു കാര്യമില്ല. ഓരോരുത്തരും അവരുടെ ഐഡൻറ്റിഫിക്കേഷനും അവരുടെ ഇൻസെക്യൂരിറ്റി അവരുടെ അറ്റാച്ച്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് അവരെ പാനിക്കാക്കുന്ന കാര്യം അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഇനി കുറച്ചും കൂടെ സ്പിരിച്വൽ ലെവലുള്ള കാര്യങ്ങളെ പറ്റി പറയാം. ഈ ബുദ്ധമതത്തിൽ ഉൾപ്പെടെ പല മതങ്ങളിലും ഈ ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധിക്കുന്നത് ഒരു വലിയ ധ്യാനമുറയാണ്. യഥാർത്ഥ ധ്യാനം അതാണെന്ന് ഞാൻ ഇപ്പോഴും കരുതുന്നില്ലെങ്കിൽ പോലും ഈ ഒരു ധ്യാനമുറ തൽക്കാലം ഒരു എന്താ പറയുക, ഒരു തുടക്കമാണ്. ഞാൻ ആദ്യം വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് നമ്മൾ എന്ത് പറഞ്ഞാൽ അല്ലെങ്കിൽ ഡയറക്റ്റ് ട്രൂത്തിനെ പറ്റി അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തെ പറ്റി സംസാരിക്കാമെന്നാണ്. പിന്നീട് എനിക്ക് മനസ്സിലായത് അങ്ങനെ സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. സാധാരണ ജീവിതം ജീവിക്കുന്ന മനുഷ്യന് എപ്പോഴും എന്തെങ്കിലും ഒരു പിടിവള്ളി വേണം. അവന് ചെയ്യാനൊരു കാര്യം വേണം. കാരണം അവൻ ആ സ്പിരിച്വൽ പ്രോഗ്രസ്സിൽ അല്ലെങ്കിൽ ആ ഒരു സ്പിരിച്വൽ പാത്തുകളിൽ സഞ്ചരിക്കുകയാണെന്ന് തോന്നാൻ വേണ്ടി ഒരു പിടിവള്ളി വേണം. അതിനുവേണ്ടിയുള്ളൊരു കോമൺ മെഡിറ്റേഷൻ ടെക്നിക്കാണ് ഈ ബ്രെത്തിൽ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത്. അതായത് ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധിക്കുക. ശ്വാസം സാവധാനം വരികയും സാവധാനം പോവുകയും ചെയ്യുന്നു. അതിൽ വെറുതെ ശ്രദ്ധിച്ചാൽ മതി. ശ്വാസം വലിച്ചു കയറ്റണ്ട, തള്ളി വിടണ്ട. ശ്വാസം എത്ര വേഗത്തിൽ വരുന്നതെന്ന് ചിന്തിക്കേണ്ട. എത്ര നേരത്തെ ബ്രത്ത് ഇത്രയും കൂടുതലായിരുന്നല്ലോ, ഈ ബ്രത്ത് ഇപ്പോൾ കുറഞ്ഞല്ലോ, അല്ലെങ്കിൽ ഞാൻ ഈ ബ്രത്തിൽ ശ്രദ്ധിക്കുമ്പോൾ ഇത് സംഭവിക്കുന്നല്ലോ, അത് സംഭവിക്കുന്നുണ്ടോ, അങ്ങനെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. വരികയും പോവുകയും ചെയ്യുന്ന ശ്വാസത്തിൽ ശ്രദ്ധിച്ചാൽ മതി. ശ്വാസത്തിനെ കണ്ടാൽ മതി. അത് മനക്കണ്ണ് നമുക്കിങ്ങനെ കണ്ണടച്ചാലും ശ്വാസം വരുന്നതും പോകുന്നതും ശ്രദ്ധിക്കാൻ പറ്റും, കണ്ണ് തുറന്നാലും ശ്രദ്ധിക്കാൻ പറ്റും. അതായത് ഞാനിപ്പോൾ കണ്ണടച്ചിങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ശ്വാസം വരുന്നതും പോകുന്നതും എനിക്കറിയാം. അറിഞ്ഞാൽ മതി. അനലൈസ് ചെയ്യാനോ വാലിഡേറ്റ് ചെയ്യാനോ വിലയിരുത്താനോ ഒന്നും പോകരുത്. വരുന്നു പോകുന്നു അറിഞ്ഞാൽ മതി. ജസ്റ്റ് അറിയുക. ആ അറിവാണ് കാര്യം. അതാണ് ധ്യാനം. ഈ 15 മിനിറ്റ് മെഡിറ്റേഷൻ, 20 മിനിറ്റ് മെഡിറ്റേഷൻ, അങ്ങനെ പല ആളുകളും പല ടൈപ്പ് ഓഫ് മെഡിറ്റേഷൻ്റെ മെത്തേഡുകളെ പറ്റി പറയാറുണ്ട്. ഇത്തരം റെപ്പറ്റേറ്റീവ് പ്രോസസ്സുകൾ നമ്മുടെ ജീവിതത്തിൽ ഒരു തരത്തിലും സഹായിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതും ഒരു ബേസിക് സ്റ്റെബിലിറ്റി ഇല്ലാത്ത ആളുകൾ, മാനസിക സ്റ്റെബിലിറ്റി ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഇത് കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ഈ ശ്വാസം വരെയും പോവുകയും ചെയ്യുന്നത് അറിയുന്ന ആ ഒരു മൊമെൻ്റ് വെറുതെ അറിയുക. ചുമ്മാ ഇരുന്നിങ്ങനെ അറിയുക. നിങ്ങൾക്ക് ഒരു നിമിഷം ഈ ശ്രദ്ധ മാറുന്ന അല്ലെങ്കിൽ ഈ ശ്വാസോച്ഛ്വാസം ശ്രദ്ധിക്കുന്നത് ഒരു ബുദ്ധിമുട്ടാണ്, ഇതൊരു ജോലിയാണ്, അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും ഒരു ഡിസ്കംഫേർട്ട്, ലൈക്ക് ഒരു 10 സെക്കൻഡ് നിങ്ങൾ ശ്രദ്ധിച്ചു അല്ലെങ്കിൽ അറിഞ്ഞു, അപ്പം തന്നെ നിങ്ങൾക്ക് ബോറടിച്ചു തുടങ്ങി. സ്റ്റോപ്പ് ഇറ്റ്, മതിയായിക്കോ. പക്ഷേ ഇത് നിങ്ങൾക്ക് എപ്പോഴും ചെയ്യാം. ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെയ്യാം, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നിടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കുമ്പോൾ ചെയ്യാം, ടി വി കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു പരസ്യം വരുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് ചെയ്യാം, മൊബൈൽ ഫോൺ ചാർജ് ചെയ്തിടുന്ന മൊമെൻറ്റിൽ നിങ്ങൾക്കത് ചെയ്യാം, ആഹാരം കഴിക്കാൻ വേണ്ടി ആഹാരം എടുത്തു വെച്ചിട്ട് ആ ആഹാരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ കഴിക്കാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾക്കത് ചെയ്യാം, ഒരു ഹോട്ടലിൽ പോയിട്ട് ഫുഡ് വരാൻ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് ചെയ്യാം, ചായക്കടയിൽ പോയിട്ട് ചായ കിട്ടാൻ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് ചെയ്യാം. കുറച്ച് നേരം നിങ്ങളുടെ ശ്വാസം വരുന്നതും പോകുന്നതും അറിയുക. അത് ഒരു ബേസിക് സ്റ്റാർട്ടാണ്. അതായത് ഈ സ്വാഭാവികമായ യാഥാർത്ഥ്യത്തിലേക്കുള്ള ആ ഒരു ധ്യാനം സംഭവിക്കാൻ ഒരു നമ്മുടെ മനസ്സിനെയും നമ്മുടെ ചുറ്റുപാടിനെ നമ്മൾ തയ്യാറെടുപ്പിക്കണം. അതിന് കുറേ കാര്യങ്ങൾ ചെയ്യണം. അതിലൊരു കാര്യമുള്ളത്, ഇത് നിങ്ങളുടെ കോൺസെൻട്രേഷൻ കൂട്ടും, നിങ്ങളുടെ ബോധം, നിങ്ങളുടെ ബേസിക് അവയർനെസ് ഇത് കൂട്ടും. ഈ സാധാരണ മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ആവറേജ് മനുഷ്യൻ സാധാരണ ജീവിതത്തിൽ മിക്കവാറും ഒട്ടും അവയർ ആയിരിക്കില്ല. അപ്പോൾ 24 മണിക്കൂറുള്ള ഒരു ദിവസത്തിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് ശ്വാസത്തിൽ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല, പക്ഷേ ശ്വാസത്തിലൊന്ന് അവയർ ആയാൽ നിങ്ങളുടെ അവയർനെസ് വർദ്ധിക്കുകയാണ്, നിങ്ങളുടെ ആ ഒരു ബോധത്തിൻ്റെ ലെവൽ വർദ്ധിക്കുകയാണ്, നിങ്ങളുടെ കോൺഷ്യസ്നെസ് ലെവൽ റൈസ് ചെയ്യുകയാണ്. നമുക്ക് പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, നമ്മുടെ കോൺഷ്യസ്നെസ് എത്ര ലെവലിലേക്ക് എത്തി, ഇവിടെ നിന്ന് അവിടെ എത്തിയോ, ഇവിടെ നിന്ന് ഇവിടെ എത്തിയോ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ഒരു സെക്കൻഡെങ്കിലും നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഇതുവരെ ചെയ്യാത്ത ഒരു ബോധം, ഒരു അറിവ്, ഒരു അവയർനെസ്, ഒരു ശ്രദ്ധ ഒരു നിമിഷം ഇപ്പം ചെയ്താൽ നിങ്ങൾ ഓൾറെഡി ആ ഒരു നിമിഷത്തിന് മുമ്പ് നിങ്ങൾ എങ്ങനെയായിരുന്നോ അതിനേക്കാളും ഒരു മൈക്രോ ലെവലിലെങ്കിലും നിങ്ങളുടെ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ നിങ്ങളുടെ അവയർനെസ് റൈസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു.
അത് എത്രത്തോളം റൈസ്, അതിന് ഇൻഫിനിറ്റി ആണ്, ലിമിറ്റേഷൻ ഇല്ല. മോർ ഹയർ പ്ലെയിൻസിലേക്ക് പോകും തോറും എന്തോ മിറാക്കുലസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറലായ കാര്യങ്ങളൊക്കെ സംഭവിക്കുമെന്നാണ് കഥകളൊക്കെ പറയുന്നത്. ഇനിയിപ്പോൾ അതിനെപ്പറ്റി എനിക്ക് ആധികാരികതയില്ല, തരാൻ എൻ്റെ പ്രൂഫുമില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ രമണ മഹർഷി എപ്പോഴും പറയും നമ്മുടെ ഉള്ളിൽ ഞാനെന്ന് പറയുന്ന ഭാവമാണ് റൈസ് ചെയ്യിക്കേണ്ടതെന്ന്. അതായത് ഈ റൈസ് ചെയ്യിക്കേണ്ടതെന്നല്ല, ഈ ഞാനെന്ന് പറയുന്ന ഭാവം റൈസ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ എല്ലാ ഇലൂഷനും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാകുന്നത്. നമ്മുടെ ഉള്ളിൽ ഈ ഞാനെന്ന് പറയുന്ന ഈ സെൽഫ് ഐഡൻറ്റിറ്റി, സെൽഫ് ഇമേജ് നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുപോയി സെറ്റിൽ ഡൗൺ. അത് ഈ സെൽഫ് എൻക്വയറി എന്ന് പറയുന്ന മെത്തേഡ്, ഞാൻ ആര് എന്ന് പറയുന്ന ചോദ്യം ചോദിക്കുന്ന മെത്തേഡോടുകൂടി ഈ ഒരു ഐഡൻറ്റിറ്റിയെ, നമ്മുടെ ഈ ഒരു ഞാൻ എന്ന് പറയുന്ന ഭാവത്തിനെ ആ ഒരു ഹൃദയത്തിൽ കൊണ്ടുപോയി സെറ്റിൽ ഡൗൺ ചെയ്യണം. അങ്ങനെ നമ്മൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവസാനം അത് ഹൃദയത്തിൽ അലിഞ്ഞു ചേരുകയും ഈ സെൽഫ് ഐഡൻറ്റിറ്റി ഡിസോൾവ് ആയി പോവുകയും യാഥാർത്ഥ്യം അല്ലെങ്കിൽ ബോധോദയം അല്ലെങ്കിൽ ശുദ്ധബോധം അതും അല്ലെങ്കിൽ പ്യുവർ കോൺഷ്യസ്നസ് നമ്മൾ അറിയുമെന്നാണ് പറയുന്നത്. നമുക്ക് രമണ മഹർഷി പറയുന്ന ഹൃദയം എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് പമ്പ് ചെയ്യുന്ന ഹൃദയത്തെ പറ്റിയല്ല പറയുന്നത്, നമ്മുടെ ഓർഗൻ അതിനെ പറ്റിയല്ല പറയുന്നത്, ഒരു സ്പിരിച്വൽ ഹാർട്ടിനെ പറ്റിയാണ് പറയുന്നത്. ഒരു ആത്മീയ ഹൃദയം നമ്മുടെ ഉള്ളിലുണ്ട്. അത് ശരീരത്തിന് പുറത്തുമല്ല, ശരീരത്തിനകത്തുമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എവിടെയോ ഉണ്ടത്. അപ്പോൾ രമണ മഹർഷി പറയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ പുള്ളി വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എവിടെ നിന്നാണോ ഈ ഞാനെന്ന് പറയുന്ന ഭാവം ഉദിക്കുന്നത്, അവിടെ നിന്നാണ് ഈ ശ്വാസോച്ഛ്വാസവും ഉദിക്കുന്നത്. നമുക്ക് ഫിസിയോളജി അല്ലെങ്കിൽ ബയോളജി പഠിച്ച ഒരാൾക്കറിയാം ലങ്സിലാണ് ഈ ഒരു പ്രോസസ്സ് സംഭവിക്കുന്നതെന്ന്. ഇത് അതിനെ പറ്റിയല്ല പറയുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ, ഒരു സ്പിരിച്വൽ ഹാർട്ട്, നമുക്കറിയാത്ത, ശരീരത്തിനകത്തുമല്ല പുറത്തുമല്ല എന്നുള്ള ഒരു പാരഡോക്സിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ആത്മീയ ഹൃദയം. ആ ഹൃദയത്തിൽ നിന്നാണ് ഈ ഞാൻ എന്ന് പറയുന്ന ഭാവം സ്പോണ്ടേനിയസ് ആയിട്ട് റൈസ് ചെയ്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിലേക്ക് വരുന്നത്. അത് റൈസ് ചെയ്യുന്ന സ്പോട്ട് എവിടെയാണോ അവിടെ നിന്ന് തന്നെയാണ് ശ്വാസവും തുടങ്ങുന്നതും. ശ്വാസോച്ഛ്വാസം തുടങ്ങുന്നതും അവസാനിക്കുന്നതും അതേ സ്ഥലത്താണ്. ആ സ്ഥലം ഒരു പ്യുവർ സൈലൻസ് ആണ്. അതായത് ഇതിനെ വേറൊരു ഫോർമാറ്റിൽ പറയേണ്ടി വരുമെന്ന് തോന്നുന്നു. എനിക്കൊന്ന് മോസ്റ്റ് പ്രോബബ്ലി ഞാനിപ്പോൾ അത് പറഞ്ഞാൽ ഈ സബ്ജക്റ്റിൽ നിന്നേ മാറിപ്പോകും. തൽക്കാലം അത് വേറെ ഒരിക്കൽ പറയാം. അത് വിജ്ഞാൻ ഭൈരവ തന്ത്രയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്, പിന്നീട് ഒരിക്കൽ പറയാം. ഇപ്പം എനിക്ക് പറയാൻ തോന്നുന്നില്ല. അപ്പോൾ ഇപ്പം ഈ പറയുന്ന കാര്യത്തിൽ, അതായത് ഈ ശ്വാസത്തിൽ നമ്മൾ ഈ ശ്വാസം റൈസ് ചെയ്യുന്നതിനൊരു അറിവിനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ. വെറുതെ ഇങ്ങനെ അറിയുകയാണ്, ആ ശ്വാസം വരുന്നു, ശ്വാസം പോകുന്നു. ഈ വരുന്നുണ്ടെന്നോ പോകുന്നുണ്ടെന്നോ ഇങ്ങനെ മനസ്സിൽ പറയേണ്ട കാര്യമൊന്നുമില്ല, വെറുതെ അറിഞ്ഞാൽ മതി. ആ അറിവ് ഒരു തരത്തിലും ജഡ്ജ് ചെയ്യാതെ ശ്വാസം വരികയും പോവുകയും ചെയ്യുന്ന ഒരു അറിവുണ്ടല്ലോ, അതാണ് ശുദ്ധമായ ബോധം, അതാണ് പ്യുവർ കോൺഷ്യസ്നസ്. അത് നമ്മൾ ആ അറിവ് നമ്മൾ വിട്ട് കഴിയുന്ന നിമിഷത്തിൽ ചിലപ്പോൾ നമ്മൾ അറിയാതെ നമ്മളെ കയ്യിൽ നിന്ന് പോകും. ഒരു നിമിഷത്തിൽ ചിലപ്പോൾ അത് പൂക്കളയും. അത് സ്റ്റേബിലൈസ് ചെയ്ത് 24/7 അങ്ങനെ ഒരു സ്റ്റേറ്റിലേക്ക് എത്തുന്നതിനെ പറ്റിയാണ് ഈ എൻലൈറ്റ്മെൻറ്റ് നേടുക, ബോധോദയം നേടുക എന്നുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ പറയുന്നത്. അത്തരം വലിയ വലിയ കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ പോയില്ലെങ്കിൽ പോലും ഈ ഒരു മൈനറായിട്ടുള്ള ഈ ഒരു അറിവ് നമ്മളെ സഹായിക്കും. ഞാനിപ്പോൾ രമണ മഹർഷിയുടെ കാര്യവും ഈ ഒരു പോയിന്റ് പറയാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഈ ബ്രത്തിൽ വെറുതെ ഇങ്ങനെ ഒരറിവ്, നമ്മൾ ആ ബ്രത്തിൽ വെറുതെ ശ്രദ്ധിക്കുമ്പോൾ, ഒരു ശ്രദ്ധ നമ്മൾ ആ ബ്രത്തിന് കൊടുക്കുമ്പോൾ, ആ ബ്രത്ത് റൈസ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ടോട്ടാലിറ്റി നമുക്ക് എപ്പോഴാണോ കാണാൻ സാധിക്കുന്നത്, അതൊരിക്കലും നമ്മുടെ അനലൈസേഷൻ കൊണ്ടോ ഇത്ര നേരം നോക്കിയത് കൊണ്ടോ ഒന്നും നടക്കില്ല. നമ്മൾ നോക്കുന്ന ചിലപ്പോൾ ഒരു സെക്കൻഡിലത്തേക്ക് വേണ്ടിയാണെങ്കിൽ ആ ഒരു സെക്കൻഡിലെ നോട്ടം പോലും പ്യുവറായിട്ട് യാതൊരു തരത്തിലുള്ള ചിന്തയോ സെൽഫ് താല്പര്യങ്ങളോ സെൽഫ് ഐഡൻറ്റിറ്റിയോ ഒന്നും കടന്നു വരാതെ നമുക്ക് നോക്കാൻ സാധിക്കുന്ന നിമിഷത്തിൽ ആ ഒരു ബ്രത്തിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് നമ്മൾ മനസ്സിലാക്കും. ആ സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെ നമുക്ക് നമ്മുടെ ഞാൻ എന്ന് പറയുന്ന ഭാവം റൈസ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. അത് കാണാൻ സാധിക്കുന്ന ഒരാൾക്ക് അത് ഡിസോൾവ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളത് ഡിസോൾവ് ആയി എന്നാണ് അർത്ഥം. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഞാനെന്ന് പറയുന്ന ആ ഒരു നിങ്ങളുടെ ഓൾറെഡി നിങ്ങളെ കൊണ്ട് എല്ലാം ചെയ്യിക്കുന്ന, നിങ്ങളുടെ എല്ലാം ഐഡൻറ്റിഫൈ ചെയ്യിക്കുന്ന, നിങ്ങളെ നിയന്ത്രിക്കുന്ന, നിങ്ങളെ ഉണർത്തുന്ന കാര്യങ്ങൾ ചെയ്യിക്കുന്ന ആ ഞാനെന്ന് പറയുന്ന ആ ഒരു സെൽഫ് ഇമേജിനെ, സെൽഫ് ഐഡൻറ്റിറ്റിയെ നിങ്ങൾക്ക് കാണാൻ സാധിച്ചാൽ എൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ഓൾറെഡി അതിൻ്റെ വെളിയിലാണ്.
നിങ്ങൾ അതിൽ തന്നെ കടിച്ചു തൂങ്ങി അതിൽ ഐഡന്റിഫൈഡ് ആയിട്ട് അതിൽ കെട്ടിപ്പിടിച്ച് അതിൽ ടൈഡപ്പ് ആയിട്ട് ആ ചങ്ങലയിൽ കിടക്കുമ്പോൾ നിങ്ങൾക്ക് അതിനെ കാണാൻ സാധിക്കില്ല. നിങ്ങൾ അതിൻ്റെ പുറത്ത് നിൽക്കുമ്പോൾ മാത്രമേ അതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ അതിൽ നിന്ന് പുറത്തു പോകുന്നതിൻ്റെ അർത്ഥം, അതായത് നിങ്ങൾ ആ ഒരു ഐഡന്റിഫിക്കേഷൻ കുറഞ്ഞിരിക്കുകയാണ്. ചിലപ്പോൾ അപ്പം തന്നെ ഡിസോൾവ് ആയി പോയെന്നിരിക്കാം, അത് ഡിപ്പെൻസ്. ഈ ബ്രത്തിൻ്റെ മൈൻഡുമായി കണക്ട് ചെയ്യുന്ന കാര്യം, ഇതൊക്കെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യങ്ങളാണ്. അത്തരം ഫിസിയോളജിക്കലായിട്ടുള്ള കാര്യവും നിങ്ങൾക്ക് ഇപ്പോൾ ഈ നിമിഷം ഈ വീഡിയോ കാണുമ്പോൾ പരീക്ഷിച്ച് നോക്കിയാൽ വർക്കൗട്ട് ആവുന്ന കാര്യത്തെപ്പറ്റി മാത്രമാണ് ഞാൻ അവിടെ പറയുന്നത്. ഇതിന് പുറമെ ബ്രത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് അത്ഭുതകരമായ കാര്യങ്ങളും കഥകളും ഒക്കെ ഉണ്ട്. ഈ ബ്രത്തിൻ്റെ ഒരു പാറ്റേൺ മാറ്റുന്നതനുസരിച്ച് ബ്രത്ത് പൂർണ്ണമായി സ്ലോ ഡൗൺ ചെയ്ത്, അതായത് നിങ്ങളൊരു സമാധി സ്റ്റേറ്റിലെത്തുമ്പോൾ ബ്രത്ത് ശരിക്കും പറഞ്ഞാൽ 0 ആയിട്ട് മാറുമെന്നാണ് പറയുന്നത്. അപ്പം ശ്വാസോച്ഛ്വാസം നടക്കുന്നില്ല, കാരണം മനസ്സ് പൂർണ്ണമായി ശാന്തതയിലേക്ക് പോയി, സൈലൻ്റായി. മനസ്സ് മൂവ് ചെയ്യുന്നത് പോലെയാണ് ബ്രത്ത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ മനസ്സ് പ്യുവറായിട്ട് 0യിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അപ്പം ബ്രത്ത് ഉണ്ടാവില്ല എന്ന് പറയും. ഈ രമണ മഹർഷി ധ്യാനത്തിലേക്ക് പോകുമ്പോൾ, അതായത് സമാധി സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു കണ്ണാടി കൊണ്ടുവച്ചാൽ ആ കണ്ണാടിയിൽ ഫോഗ് വരില്ല എന്ന് പറയും. അതായത് നമ്മൾ ശ്വാസം എടുക്കുന്ന ഒരാളുടെ ഫ്രണ്ടിൽ കണ്ണാടി കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഈ ബ്രത്തിൻ്റെ ആ ഒരു ചൂട് ആ കണ്ണാടിയിൽ അടിക്കുമ്പോൾ അതിലുണ്ടാകുന്ന ആ ഒരു ഇമേജ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലും ഉണ്ടാവില്ലെന്നാണ് പറയുന്നത്. ഒരു 5 മിനിറ്റ് അങ്ങനെ പിടിച്ചാൽ, ഒരു 20 മിനിറ്റ് ഇങ്ങനെ പിടിച്ചാൽ പോലും ആ ഒരു കണ്ണാടി. കാരണം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്വാസം പൂർണ്ണമായും സെറ്റിൽ ഡൗൺ ചെയ്തിരിക്കുകയാണ്. എവിടെ നിന്നാണോ റൈസ് ചെയ്യുന്നത് അവിടെ നിൽക്കുകയാണ്. അത്തരം ഒരു കൺട്രോൾ ബർത്തിൽ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ സാധിക്കുന്ന ആളുകൾക്ക് ഈ അവരുടെ കർമ്മം വാഷ് ഔട്ട് ചെയ്ത് കളയാൻ സാധിക്കുമെന്ന് പറയുന്നു. അവരുടെ ആരോഗ്യം മെച്ചപ്പെടുമെന്ന് പറയുന്നു. അവരുടെ അസുഖങ്ങൾ പൂർണ്ണമായും വാനിഷ് ആവുമെന്ന് പറയുന്നു. നമുക്ക് ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് തെളിവ് തരാൻ സാധിക്കാത്ത കാര്യങ്ങളാണ്. പക്ഷേ നമ്മുടെ പുരാണങ്ങളിലും പിന്നെ ഇത് അനുഭവിച്ചു എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഉള്ളിലുണ്ട്, ചുറ്റിനുമുണ്ട്. അപ്പോൾ അവരുടെ ഇതൊന്നും തെളിവ് ശേഖരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. സോ അത്തരം മോഹന വാഗ്ദാനങ്ങൾ നിങ്ങളെ പറ്റിക്കാൻ എനിക്ക് പ്ലാനൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നിങ്ങളുടെ ആയുസ്സിൻ്റെ നീളം നിങ്ങളുടെ ശ്വാസോച്ഛ്വാസവുമായി വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ എത്ര കാലം ജീവിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം എത്ര കാലം ലാസ്റ്റ് ചെയ്യുമെന്നുള്ളതിന് നിങ്ങളുടെ ഉള്ളിൽ ഈ റൈസ് ചെയ്യാൻ പോവുകയും ചെയ്യുന്ന ശ്വാസവുമായി വളരെ അടുത്തൊരു ബന്ധം, ഈ ഫിസിയോളജിക്കലായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അതല്ലാതെ തന്നെ സ്പിരിച്വൽ ആയിട്ടുള്ളൊരു ബന്ധമുണ്ട്. അപ്പോൾ ബ്രത്തിനെ പറ്റി ഈ പറയുന്ന മിറാക്കുലസ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, തെളിവ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് ആർക്കും പറഞ്ഞ് മറ്റൊരാളെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്കത് സ്വയം കണ്ടെത്താൻ പറ്റും. ഞാൻ പറഞ്ഞതുപോലെ ശരിക്കും നിങ്ങളുടെ ബ്രത്തിനെ കാണുകയാണെങ്കിൽ, നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തെ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഒരു ഐഡൻറ്റിഫിക്കേഷനോ ഒരു പ്രതീക്ഷയോ ഒന്നുമില്ലാതെ ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ ബ്രത്ത് എന്താണോ അത് നിങ്ങളുടെ മുമ്പിൽ റിവീൽ ചെയ്യും. നിങ്ങളുടെ ബ്രത്തിന് എന്തെങ്കിലും, നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തിന് നിങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറഞ്ഞു തരും അതെന്താണ്. അതിനെന്തെങ്കിലും ശക്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കി തരും. അതിന് മറ്റൊരാളുടെ ആവശ്യം നിങ്ങൾക്കില്ല. സോ ഞാനും അത് ശ്രമിക്കേണ്ട ആവശ്യവും ഇല്ല. ഓക്കെ, ഞാനീ പറയുന്നതിൽ ഇപ്പോൾ ചില ട്രിക്കുകളും ചില ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ. ദയവ് ചെയ്ത് ഇതൊക്കെ ചെയ്യുക. ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളിതിനെ വാലിഡേറ്റ് ചെയ്യാവൂ. അല്ലാതെ ഞാൻ സംസാരിക്കുന്ന രീതി കേട്ട് നല്ലതാണോ ചീത്തയാണോ, അല്ലെങ്കിൽ മഹത്തായ കാര്യങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞത് മണ്ടത്തരമാണ്, ഇങ്ങനെ വാലിഡേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു നിമിഷം ട്രൈ ചെയ്ത് നോക്കൂ. ഒരു നഷ്ടവും സംഭവിക്കില്ലല്ലോ. ഈ ബ്രത്ത് നമ്മുടെ ഉള്ളിൽ തന്നെ എന്തായാലും ബ്രത്ത് വരെയും പോവുകയും ചെയ്യുന്നു. നമ്മൾ ശ്രദ്ധിച്ചാലും ശ്രദ്ധിച്ചില്ലെങ്കിലും ശ്വാസം വരെയും പോവുകയും ചെയ്യും, ജീവനോടെ ഇരിക്കുന്ന സമയം വരെയും. സോ വെറുതെ ഒരു 10 നിമിഷം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. താങ്ക് യു.